കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയുള്ള വിമർശനങ്ങൾ തുടരുന്നു. പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ തന്നെ പാർട്ടിയെ ദിനംപ്രതി വിമർശിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല പുതിയ സർക്കാരിനെ പ്രശംസിക്കുകയും ചെയ്യുന്നുണ്ട്. സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ CPM പാർട്ടി നേരിട്ടത് നാണം കെട്ട ലജ്ജാകരമായ തോൽവിയെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ PK ശ്രീമതി. പ്രതീക്ഷിക്കാത്ത തിരഞ്ഞെടുപ്പ് ഫലമാണ് വന്നതെന്നും വലിയ തോൽവിയാണ് ഉണ്ടായതെന്നും KK ശൈലജയും പ്രതികരിച്ചിട്ടുണ്ട്. മാറ്റമോ തിരുത്തലോ വേണമെങ്കിൽ പാർട്ടി വരുത്തുമെന്ന് ശൈലജ വ്യക്തമാക്കിയപ്പോൾ തോൽവിയുടെ കാരണങ്ങൾ പാർട്ടി പഠിക്കുമെന്നും പരിശോധിക്കുമെന്നുമാണ് ശ്രീമതി ടീച്ചർ പറഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ പാർട്ടി നേരിട്ടത് ഒറ്റക്കെട്ടായാണെന്നും തോൽവിയുടെ ഉത്തരവാദിത്തം ഒരാളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ലെന്നും PK ശ്രീമതി പറഞ്ഞു. പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങൾ UDF സർക്കാർ നടപ്പിലാക്കുന്നത് സ്വാഗതാർഹമാണെന്നും ആശാവർക്കർമാരുടെ ഓണറേറിയം കൂട്ടിയതും സൗജന്യ ബസ് യാത്രയും സ്വാഗതം ചെയ്യുന്നുവെന്നും അവർ പറഞ്ഞു. പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞ KK ശൈലജ മുതിർന്ന PB അംഗമാണ് പിണറായി വിജയനെന്നും തന്നെ ഒതുക്കിയെന്നത് വ്യാജ പ്രചാരണം മാത്രമാണെന്നും പ്രതികരിച്ചു. മാത്രമല്ല പുതിയ UDF സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം ജനപ്രിയ തീരുമാനങ്ങൾ പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി VD സതീശൻ വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പുണ്ടാക്കുമെന്നത് ഉൾപ്പെടുത്തിയാണ് പ്രഖ്യാപനങ്ങൾ. UDFന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായ ഇന്ദിരാ ഗ്യാരണ്ടി പ്രകാരം ജൂൺ 15 മുതൽ KSRTCയിൽ സ്ത്രീകളുടെ യാത്ര സൗജന്യമായിരിക്കും. ആശമാരുടെ ഓണറേറിയം 12,000 രൂപയായി ഉയർത്തി. അങ്കണവാടി ജീവനക്കാരുടെ വേതനത്തിൽ 1000 രൂപയുടെ വർധനവ്. പാചക തൊഴിലാളികൾക്കും 1000 രൂപ കൂട്ടി. പ്രീ പ്രൈമറി ആയമാർക്കും 1000 രൂപ കൂട്ടിയിട്ടുണ്ട്. മുൻ മന്ത്രിയും അമ്പലപ്പുഴ നിർമ്മാണ AUമായ G സുധാകരനെ പ്രോടൈം സ്പീക്കറായി തിരഞ്ഞെടുത്തതായും VD സതീശൻ വ്യക്തമാക്കി. നവകേരള സദസ്സിനെ ആലപ്പുഴയിൽ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പ്രതിഷേധിച്ചതിന്റെ പേരിൽ യുവാക്കളെ ഗൺമാനുമായി വളഞ്ഞിട്ട് മർദ്ദിച്ച സംഭവം കേരളത്തെ നടുക്കിയതാണെന്നും സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുമെന്നും VD സതീശൻ പറഞ്ഞു. കേസിൽ പുനരന്വേഷണം വേണമെന്ന കോടതിയുടെ നിർദ്ദേശം കൂടി മാനിച്ചാണ് SIT രൂപീകരിക്കുന്നതെന്നും ഇത് രാഷ്ട്രീയ പ്രതികാരമൊന്നുമല്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. സ്പീക്കറുടെ തിരഞ്ഞെടുപ്പ് മെയ് 22-ന് നടക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മെയ് 21-ന് നടക്കുക. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് ധവളപത്രം ഇറക്കും. T ആസിഫ് അലിയെ ഡോക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായി നിശ്ചയിച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് ജെയ്ജു ബാബു പുതിയ അഡ്വക്കേറ്റ് ജനറൽ ആകും. ഒരു തീരുമാനങ്ങൾ വൈകിട്ടില്ലെങ്കിൽ റെക്കോർഡ് സ്പീഡിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. അതേസമയം മുഖ്യമന്ത്രി VD സതീശനും കോൺഗ്രസ് ദേശീയ നേതൃത്വവും ചേർന്ന് കേരളത്തിൽ തെരഞ്ഞെടുത്ത ഈ സംഘം വെറുമൊരു മന്ത്രിമാരുടെ പട്ടിക മാത്രമല്ല, മറിച്ച് ദക്ഷിണേന്ത്യയിലെ ഈ കോട്ട സുരക്ഷിതമായി നിലനിർത്താൻ ലക്ഷ്യമിട്ടുള്ള മികച്ച സോഷ്യൽ എഞ്ചിനീയറിംഗ് മാതൃക കൂടിയാണ്. കേരളത്തിലെ പുതിയ സർക്കാരിൽ ആരൊക്കെ മന്ത്രിമാരാകുമെന്നത് സംബന്ധിച്ച് 3 ദിവസത്തെ വമ്പൻ ചർച്ചകളാണ് നടന്നത്. സതീശനോടൊപ്പം സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാരിൽ 11 പേർ കോൺഗ്രസിൽ നിന്നാണ്. മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തല, K മുരളീധരൻ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് എന്നിവരും ഇതിൽ ഉൾപ്പെടുന്നു. ഇതിനു പുറമെ AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, T സിദ്ദിഖ്, ബിന്ദു കൃഷ്ണ, KA തുളസി, റോജി M ജോൺ, M ലിജു, OJ ജനീഷ് എന്നിവരും കോൺഗ്രസിൽ നിന്നും മന്ത്രിമാരായി. മുസ്ലിം ലീഗ് പ്രതിനിധികളായി PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, N ഷംസുദ്ദീൻ, KM ഷാജി, V അബ്ദുൾ ഗഫൂർ എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, ഷിബു ബേബി ജോൺ, CP ജോൺ എന്നിവരാണ് ഘടകകക്ഷി മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തത്. മന്ത്രിസഭയുടെ ഏറ്റവും വലിയ സവിശേഷത പരിചയസമ്പന്നരുടെയും യുവതലമുറയുടെയും സംഗമം എന്നുള്ളതാണ്. 21 അംഗ മന്ത്രിസഭയിൽ 14 പേർ പുതുമുഖ മന്ത്രിമാരും 7 പേർ മുൻ മന്ത്രിമാരുമാണ്. ഒരു വശത്ത് വിപുലമായ ഭരണപരിചയമുള്ള രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി, K മുരളീധരൻ, AP അനിൽകുമാർ തുടങ്ങിയ മുതിർന്ന നേതാക്കൾ ഉണ്ടെങ്കിൽ മറുവശത്ത് PC വിഷ്ണുനാഥ്, റോജി M ജോൺ, M ലിജു, OJ ജനീഷ് തുടങ്ങിയ ഊർജ്ജസ്വലരായ യുവമുഖങ്ങളുമുണ്ട്. സഭയിലെ മുതിർന്ന നേതാക്കളിൽ ഒരാളായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്പീക്കറായും ഷാനിമോൾ ഉസ്മാനെ ഡെപ്യൂട്ടി സ്പീക്കറായും നിയമിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് തർക്കങ്ങൾക്ക് അതീതമായി ജാതി, മതം, പ്രദേശം, പ്രായം എന്നിവയിലുടനീളം ഈ 21 അംഗ സംഘത്തിൽ കൈവരിച്ച സന്തുലിതാവസ്ഥ LDFന്റെ പരമ്പരാഗത വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്തുന്നതിനും സംസ്ഥാനം തങ്ങളുടെ ഭദ്രമാക്കി നിർത്താനും ശക്തമായ അടിത്തറ പാകിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.